2001 പറക്കുന്തളിക റിലീസ് ചെയ്യുന്നത്. ശരിക്കും 2001 ഒരു വയസ്സ് 2001 എന്ന് പറയുന്ന വർഷം ശരിക്കും അന്ന് മലയാള സിനിമയ്ക്ക് ഇത്തിരി മോശം സമയമാണ്. അന്ന് അധികം ഹിറ്റുകളൊന്നും ഇല്ലാതെ ഇരുന്നിരുന്ന ഒരു സമയത്താണ് വളരെ എന്താ പറയാ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഹിറ്റ്. അതായത് അങ്ങനെ വലിയ പ്രതീക്ഷ ദിലീപ് അന്ന് അങ്ങനെ വൻ സ്റ്റാർ ഒന്നും അല്ല. അപ്പൊ എനിക്കൊന്ന് തെങ്കാശിപ്പട്ടണം കഴിഞ്ഞ് 2001 തുടക്കം ആ സമയത്താണ് ദോസ്ത് റിലീസ് ആവുന്നത്. 2001 ഫെബ്രുവരിയിലാണ് ദോസ്ത് റിലീസ് ആവുന്നത്. ദോസ്ത് കഴിഞ്ഞിട്ട് പിന്നെ ദിലീപിന് ഒരു 3-4 മാസം സിനിമ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഈ പറക്കുന്തളിക ഒരു മഴക്കാലത്ത് ജൂലൈ 4 റിലീസ് ആവുന്നത്. അത് ഈ പറഞ്ഞ പോലെ താഹ ഡയറക്ടർ അത്ര വലിയ ഡയറക്ടർ ഒന്നുമല്ല. ഹിറ്റ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, വാരബലം പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ റൈറ്റർ VR ഗോപാലകൃഷ്ണൻ, ഈ പറഞ്ഞ നമ്മളെ വന്ദനം പോലത്തെ സിനിമകളുടെയൊക്കെ റൈറ്റർ. അപ്പോൾ ദിലീപ് ഹരിശ്രീ അശോകൻ ഒരു സിനിമ ഇറങ്ങുന്നു എന്നുള്ള ഒരു ആവറേജ് പോകുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നു. അന്ന് ആ ഒരു മഴക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ, ശരിക്ക് ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ ശരിക്കും രാവണപ്രഭുവാണ്. 2001 ഓണത്തിന് റിലീസ് ചെയ്ത രാവണപ്രഭുവാണ് ശരിക്കും ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ട് ചെയ്ത സിനിമ. പക്ഷെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ സിനിമ അന്നത്തെ റിപ്പോർട്ടിൽ പറക്കുന്തളികയായിരുന്നു. പക്ഷെ അത് അങ്ങനെ അല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം എവിടെ നോക്കിയാലും കോമഡി, ഒരാള് വരുന്നു അടുത്ത ആള് കൗണ്ടർ അടിക്കുന്നു. സ്ലാപ്സ്റ്റിക് കോമഡി ശരിക്ക് അതിനു മുമ്പ് പറക്കുന്തളിയാണ് ശരിക്കും ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നു പറയാം. കാരണം അതിൽ നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ ഒരു ലോജിക്കും ഇല്ല. അതിൽ ആ കൊച്ചിൻ ഹനീഫയുടെ വീട്ടിൽ പോയിട്ടുള്ള ആ ടോം ആൻഡ് ജെറി കളിയൊക്കെ ഉണ്ടല്ലോ, അത് സ്ലാപ്സ്റ്റിക് സാധനം. അതിനു മുമ്പ് പഞ്ചാബി ഹൗസും തെങ്കാശിപ്പട്ടണം പോലത്തെ സിനിമകളൊക്കെ ഈ ആൾമാറാട്ട കളികളൊക്കെ ഉണ്ടെങ്കിൽ പ്യുവർ സ്ലാപ്സ്റ്റിക് സാധനം ഈ പറക്കുന്തളികയിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ പൊതുവെ മലയാളം മൂവീസിൽ നമ്മള് സിറ്റുവേഷണൽ കോമഡീസ് കൂടുതലാണ്. പക്ഷെ ഇപ്പൊ ഈ കൊച്ചിൻ ഹനീഫയുടെ വീട്ടിൽ പോകുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മള് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാർലി ചാപ്ലിൻ മൂവീസിലൊക്കെ നമുക്ക് ആയിക്കോളും. അങ്ങനത്തെ സാധനം നമ്മുടെ മലയാളം മൂവീസിൽ ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ പറക്കുന്തളികയ്ക്ക് ശേഷം ഉണ്ടോന്ന് ചോദിച്ചാല് അങ്ങനെ നോട്ടബിൾ ആയിട്ട് നമ്മുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സീൻസും ഇല്ല. പക്ഷെ ആ പറക്കുന്തളികയുടെ എപ്പ കണ്ടാലും അല്ലെങ്കിൽ ആ ഒരു സീൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആ ഒരു സീൻ ഭയങ്കരമായിട്ടൊരു ഫേവറേറ്റ് ആണ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സീൻ. അപ്പൊ നമ്മൾ പൊതുവെ മലയാളം ഓഡിയൻസ് ലോജിക് ആൾക്കാരാണല്ലോ. പക്ഷെ ലോജിക് ഒന്നും നോക്കാണ്ട് ആ സീന് അത്ര അടിപൊളിയായിട്ട് വെച്ചേക്കാണ്. കാരണം ദിലീപിന് കുട്ടികൾ ഫാൻസ് ആയ സിനിമ ശരിക്കും പറക്കുന്തളികയാണ്. പറക്കുന്തളികയുടെ ആ ഒരു അതൊരു വൻ വിജയമായിട്ട് എനിക്ക് തോന്നുന്നു. ജൂലൈയിൽ റിലീസ് ചെയ്തിട്ട് ആ ഓണത്തിനും തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നത്. അന്ന് പിന്നെ ഈ BC അതായത് A സെന്റേഴ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ Bയില്, പിന്നെ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പഴയ ഓലപ്പുര തിയേറ്ററുകളൊക്കെ ഉള്ള ഒരു സമയമാണല്ലോ. Cയിലോടും അങ്ങനെ ഓടി 300 ദിവസമൊക്കെ ഓടുന്ന ഒരു കാലമാണ് അന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ചിലപ്പോൾ Aനെക്കാട്ടും കൂടുതൽ Bന്നും Cന്നും കിട്ടുന്ന ഒരു സമയം. അങ്ങനെ ആളുകൾ ഇടിച്ചു കയറി കണ്ട സിനിമയാണ് പറക്കുന്തളിക. ഈ പറക്കുന്തളിക അത് കേട്ടത് എനിക്ക് തോന്നുന്നു തമിഴും തെലുങ്കിലൊക്കെ പല ഭാഷകളിലൊക്കെ നമ്മൾ മുമ്പ് ഒരിക്കലും നമ്മൾ നടൻ മുരളി, തമിഴ് നടൻ മരിച്ചുപോയി മുരളി, അഥർവ മുരളിയുടെ അച്ഛൻ മുരളിയാണ് സുന്ദര ട്രാവൽസ് എന്ന് വരുന്നത്. വടിവേലുമാണ് അതില് ഹരിശ്രീ അശോകന്റെ റോള് കണ്ടിട്ടുണ്ട്. അത് മാത്രല്ല ഈ പറക്കുന്തളികയില് ഏറ്റവും പറഞ്ഞാല് ബസ്സും ഒരു ക്യാരക്ടറാണ്. അതും ഞാൻ അങ്ങനെ അതായത് ഒരു ബസ്സിന്റെ അകത്ത് ഇത്രയധികം സീൻസ് ഷൂട്ട് ചെയ്ത വേറെ സിനിമയില്ല. അതൊരു എലമെന്റ് ഒക്കെ നമുക്ക് പൊതുവെ ഒരു എലമെന്റ് വെച്ചിട്ടൊരു മലയാളം മൂവീസും പോകുന്ന കൺവെൻഷൻ. ഒരു മോഡേൺ ടൈംസിൽ കുറെ മൂവീസ് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഒരു ബസ് ഒരു എലമെന്റ് ആണ്. ബസ്സിന്റെ കോമഡിയും ബസ് ഉണ്ടാക്കുന്ന ആ പുക മറ്റേ കല്യാണത്തിന്റെ ഒരു ലോജിക്കും ഇല്ല അതിലൊക്കെ. പക്ഷെ ഒരു ബസ് എലമെന്റ് ആക്കാന്ന് പറയുന്നത് ഈ മൂവിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞ ദിലീപിന് ഒരു ശരിക്കും ദിലീപിന്റെ ഒരു ആദ്യത്തെ ഒരു സോളോ ഹിറ്റ് എന്ന് പറയാൻ തോന്നുന്നു. കാരണം അതിന് മുമ്പ് തെങ്കാശിപ്പട്ടണം ഒക്കെ ഉണ്ടെങ്കിൽ വേറെയും സുരേഷ് ഗോപിയുണ്ട്, ദോസ്തില് കുഞ്ചാക്കോവിനുണ്ട്, പിന്നെ ഡാർലിംഗ് അങ്ങനെ കുറച്ച് സിനിമകൾ ഉണ്ടെങ്കിലും ഒരു സോളോ വിനീത് ഉണ്ട്. ദിലീപ് ശരിക്കും വില്ലനാണ്. അത് ശരിക്കും ദിലീപിന്റെ ഒരു എന്താ പറയാ ഒരു ഹിറ്റുകൾ ശരിക്കും ഒരു തിരിച്ചു വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോക്കറാണ്. ജോക്കറിനാണ് തുടങ്ങുന്നത്. ജോക്കർ, ഡാർലിംഗ്, തെങ്കാശിപ്പട്ടണം, ദോസ്ത്, പറക്കുന്തളിക എത്തിയപ്പോ ആദ്യത്തെ സോളോ ഹിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്.